Good afternoon, all of you. കേൾക്കാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡ് വന്നോ? ഓക്കെ, പറഞ്ഞോളൂ. അല്ല, പറഞ്ഞോളൂ എന്നല്ല, ആൻസർ എഴുതിക്കോളൂ. 1, 2. OMR ഉള്ളവര് OMRൽ തന്നെ എഴുതുക, അല്ലാത്തവര് ഒരു പേപ്പർ എടുത്തിട്ട് ആൻസർ എഴുതിയാൽ മതി. 1 മുതൽ 50 വരെ ഉള്ളത്. ഓക്കെ, ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഉണ്ടായി. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി. ഖുദായി ഖിദ്മത്ത് ഗാർഡ്സ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഇനി നമുക്കിവിടെ ആദ്യം ഡിലീഷൻ വരുന്നത് 10 ആണ്. പിന്നെ ഡിലീഷൻ ഒന്നും കാണുന്നില്ല തൽക്കാലം. ഓക്കെ, 37 പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപീകരിച്ചത്? 3 ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. 7 ആൻസർ വരുന്നത്. എത്ര പ്രവിശ്യകളിൽ ഗവൺമെന്റ് രൂപീകരിച്ചു? 7. പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് ആര്? മുഹമ്മദ് അലി ജിന്നയാണ്. നയീം താലി എന്ന വിദ്യാഭ്യാസ പദ്ധതി ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ. ആറാമത്തെ ക്വസ്റ്റ്യന് സി ആണ് ചേരാത്തത്. ഫിലായ് ജപ്പാൻ. ബാക്കി 3ഉം ചേരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെ കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു. ജസ്നക്കുട്ടി എന്നൊരു ക്ലാസ്സിൽ നിന്ന് മുങ്ങിയ. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 8 ഡി ആണ്. VP മേനോൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്? 9 സി. 2, 3, 4. പോണ്ടിച്ചേരി, യാനം, കാരക്കൽ. പോണ്ടിച്ചേരി, യാനം, കാരക്കൽ. ഓക്കെ, ഇതിനകത്ത് 10 ആണ് നമുക്ക് ക്യാൻസൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ്സിലുണ്ടായിരുന്നോ? കണ്ണാത്ത പോലെ എനിക്ക് തോന്നുന്നു. കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് ആര്? 11 ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പണ്ഡിറ്റ് കറുപ്പൻ. ജീവിത സമരം 12 ബി, സി കേശവൻ. വൈസ് ചെയർമാൻ ആരാ? ഗുൽസാരിലാൽ നന്ദയോ?
Cancelled. Cancelled. പതിമൂന്ന് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ആണ് വരുന്നത്. സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആണ് ടി പ്രകാശം. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് 15 ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ അല്ലെ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ. അയർലൻഡ്. ഹൃദയവും ആത്മാവും ആർട്ടിക്കിൾ 32. മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 42. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? 19. ബി ഭാഗം 3. നിയമവിധേയമല്ലാത്ത തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. 20. ഓപ്ഷൻ സി ഹേബിയസ് കോർപ്പസ്. ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഹ്വാസ്വോങ് 12 പരീക്ഷിച്ച രാജ്യം. 21. ഓപ്ഷൻ സി ഉത്തര കൊറിയ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ജി ശങ്കരക്കുറുപ്പ്. തോമസ് കപ്പ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 24. ഓപ്ഷൻ എ ബാഡ്മിന്റൺ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത്. താന്തിയ തോപ്പി. 23. ബി നാട്യശാസ്ത്രം. 22. ബി ഭരതമുനി. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഇറ്റാനഗർ ആണ് കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം.
രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം 27. ആൻസർ ഈസ് ഓപ്ഷൻ ബി ചണ്ഡീഗഡ് ആണ്. ഭക്ര നംഗൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? 26 ഓപ്ഷൻ എ സത്ലജ്. സുന്ദരവനം, ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ, സോജില ചുരം. 30 സി ശ്രീനഗർ കാർഗിൽ. കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ. 31 ആൻസർ ഈസ് മലപ്പുറം. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന മലനിര. 32 ആൻസർ ഈസ് ഓപ്ഷൻ എ നീലഗിരി കുന്നുകൾ. ധ്യാൻചന്ദ് പുരസ്കാരം PR ശ്രീദേശ് നേടിയ വർഷം 2021 എന്ന് വായിക്കാം. ഏറ്റവും നീളം കൂടിയ കേരളത്തിലെ ദേശീയപാത. 34 ആൻസർ ഈസ് ഓപ്ഷൻ സി NH 66. ആദ്യം രൂപം കൊണ്ട നഗരസഭ. 35 ആൻസർ ഈസ് ഓപ്ഷൻ ബി കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം. 36 ആൻസർ ഈസ് ഓപ്ഷൻ ഡി പാമ്പാടും ചോല. തിരുവനന്തപുരം ജില്ലയിലുള്ള തുറമുഖം. 37 ആൻസർ ഈസ് ഓപ്ഷൻ സി വിഴിഞ്ഞം. ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട്. 38 ഓപ്ഷൻ ഡി ഇടുക്കി. ഏറ്റവും വലിയ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. 39 ഓപ്ഷൻ എ പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. 40 സി ആതിരപ്പള്ളി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി. 41 ഓപ്ഷൻ എ മിഠായി. പുകയില വസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗ അവസ്ഥ. 42 ഓപ്ഷൻ സി എംഫിസിമ. ആൻസർ ഈസ് ഓപ്ഷൻ ബി ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണം. ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? 44 ബീൻസ് ബീറ്റ കോശങ്ങൾ.
8 മുതൽ 15 മിനിറ്റ് വരെ രക്തം കട്ട പിടിക്കുന്നു മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ. രക്തം കട്ട പിടിക്കാത്തതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് 45 ആൻസർ ഓപ്ഷൻ ബി APTT. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് കേരളത്തിലാണ്. ഇതിന്റെ പേര് ആർസാപ്പ്. മസ്തിഷ്കത്തിന്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണം 47 ഓപ്ഷൻ സി ഇലക്ട്രോ എൻസഫലോഗ്രാം ആണ്. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാവുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗം അരിവാൾഡ് രോഗം. ഓപ്ഷൻ ബി. കോശ വിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതക മാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇങ്ങനെ രൂപമാറ്റം വന്ന കോശങ്ങൾ ഓപ്ഷൻ എ നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണ പാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗമാണ് ഏത്? 50 സി എയ്ഡ്സ്. അപ്പൊ നിങ്ങൾ മാർക്ക് എത്ര ഉണ്ടെന്ന് കൂട്ടി മൈനസ് മാർക്ക് കൂടെ ചേർത്തിട്ട് പറയും. അപ്പൊ നമ്മൾ പുതുതായിട്ടൊരു കോഴ്സ് 10th ലെവൽസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. 250 ഫോക്കസ് ഏരിയ ഉള്ള കോഴ്സാണ്. 599 ആണ് എന്റെ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഏതൊക്കെ കണ്ടന്റ്സ് ആണ് നമുക്ക് ഫോക്കസ് ഏരിയ ആയിട്ട് ഇനി വരുന്ന പരീക്ഷകളിൽ പഠിക്കേണ്ടത് എന്നിട്ടുള്ളത് ലേറ്റസ്റ്റ്, അതായത് നേരത്തെ ഉള്ള ഫോക്കസ് ഏരിയക്കാളും നല്ല വ്യത്യാസം 10-20 ടോപ്പിക്സ് അഡീഷണലി ഉണ്ട്. അത് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ 250 ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആണ്. ക്ലാസിന്റെ ടൈമിംഗ് ഇതാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റാത്തവരാണെങ്കിലും റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും, PDF അവൈലബിൾ ആയിരിക്കും. ഈ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഇതുപോലെ ഡിഗ്രി പ്രിലിംസിൻ്റെത് പ്രിലിംസും മെയിൻസും കൂടെ ചേർത്തിട്ടുള്ള ബാച്ച് ഇപ്പൊ അവൈലബിൾ ആണ്. അത് 1499 ആണ് പ്രൈസ് വരുന്നത്. അപ്പം പ്രിലിംസ് മാത്രമാണെങ്കിൽ ഇത്ര ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതാണ് 50ാമത്തെ ചോദ്യം? എക്സ്പ്ലെയിൻ ചെയ്യാനോ? അതായത് ബാക്കിയോ നിപ്പ വായുവിൽ കൂടെ പകരും, ഡെങ്കിപ്പനി പ്രാണികളിൽ കൂടെ പകരും, ചിക്കൻ ഗുനിയ പ്രാണികളിൽ കൂടി പകരും. എയ്ഡ്സ് സ്പർശനത്തിലൂടെയോ വായുവിലൂടെയോ ഒന്നും പകരത്തില്ലല്ലോ. അതാ ഉദ്ദേശിക്കുന്നത്. മാർക്ക് പറഞ്ഞോളൂ. 43, 47, 43, 43, 46, 36, 45, 40, 45. സോണിൽ ഇന്ന് ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ? 45, 39, 40. സന്തോഷമായ? കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, അപ്പം നമുക്ക് നാളെ കാണാം. ഇന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, അതുകൊണ്ടാണ് ഒരു ഡ്രൈവർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. PDF വന്നോ നോക്കൂ. ഓക്കെ, ഇതിന്റെ PDF ഒക്കെ നമുക്ക് ഇതുവരെയുള്ള 60 ക്വസ്റ്റ്യൻസിന്റെ 60 OMRന്റെയും PDF ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. CGB ജോസ് അക്കാദമി എന്ന് പറഞ്ഞിരിക്കുന്ന മെയിൻ ചാനലിനകത്ത്. അപ്പൊ ശരി, ബൈ, താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.